പ്രേക്ഷകർക്കും അസ്ട്രോഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഓർത്ത് കാണുക. നിങ്ങളറിയാതെ തേർഡ് പാർട്ടിയുമായി എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു. നിങ്ങളെപ്പോഴും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുമായിട്ട് ചേർന്നൊരു ജീവിതമാണ് നിങ്ങളുടെ ഇഷ്ടം. പലപ്പോഴും ആ വ്യക്തി നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളെത്രമാത്രം ആ വ്യക്തി ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ നിങ്ങൾ അറിയുന്നത് ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ചില നിമിഷങ്ങൾ, ജീവിതത്തിൽ ഏറ്റവും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട ചില നിമിഷങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങളും പരിധികളില്ലാതെ, കലവറകളില്ലാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിയുടെ സ്നേഹം അതെപ്പോഴും മറ്റാർക്കും പോകാതെ നിങ്ങൾക്ക് തന്നെ കിട്ടാനാണ് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഓരോ നിമിഷവും ആ വ്യക്തിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ വ്യക്തി എവിടെയുണ്ടോ, ആ വ്യക്തി എന്ത് പറയുന്നു, ആ വ്യക്തിയുടെ മനസ്സെന്താണ്, ആ വ്യക്തിയുടെ ഇഷ്ടം എന്താണ്, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളെന്താണ് ചെയ്യുന്നത്, ആ വ്യക്തിയെ ഫോണിൽ വിളിക്കുക, ആ വ്യക്തിക്ക് മെസ്സേജ് അയക്കുക. അങ്ങനെ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിലും അതുതന്നെയാണ് ഇഷ്ടം. എപ്പോഴും ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പിടിച്ചു പറ്റാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ മറ്റാരോ, അതായത് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കുന്നു. ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തിയുടെ ഇഷ്ടം അത് പിടിച്ചു പറ്റാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കരുതുന്നതിനപ്പുറം, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ആ വ്യക്തി എപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടാനാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഒരു തേർഡ് പാർട്ടി, ഒരുപക്ഷെ ആ തേർഡ് പാർട്ടി ആ വ്യക്തി അറിഞ്ഞിട്ടായിരിക്കില്ല, ആ വ്യക്തിയുടെ ഇഷ്ടം കൊണ്ടായിരിക്കില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ തേർഡ് പാർട്ടിയുടെ ഒരു സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. പക്ഷെ തേർഡ് പാർട്ടി ആ വ്യക്തിക്ക് പുറകെ ഉണ്ട്. പലപ്പോഴും തേർഡ് പാർട്ടിയുടെ സാമീപ്യം കാണുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം, ചിലപ്പോൾ കേവലം ഒരു സംസാരത്തിനായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയുടെ സാമീപ്യവും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടിയുടെ പേര് ആ വ്യക്തി പറയുന്നത് പോലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് കൂടിയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തേർഡ് പാർട്ടിയുടെ ഒരു ഏറ്റവും മനുഷ്യത്വമില്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും ബാഡ് ഇൻറ്റൻഷനായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഇഷ്ടപ്പെടുമ്പോൾ ഈ തേർഡ് പാർട്ടി അത് പൊളിക്കാൻ നടക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഭംഗം ഉണ്ടാക്കാൻ നടക്കുന്നു. തേർഡ് പാർട്ടിയെ ഒരു പക്ഷേ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. തേർഡ് പാർട്ടി പക്ഷേ ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാകാം. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി പറയുന്ന വിഷയങ്ങൾ, ആ വ്യക്തിയോട് പറയുന്ന വിഷയങ്ങൾ ഇതൊന്നുമല്ല. നിങ്ങളുടെ വ്യക്തിയോട് പറയും, തേർഡ് പാർട്ടി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, സൂക്ഷിക്കണം, തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ശരിയല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുന്നൊരു കാര്യം അതൊന്നുമല്ല തേർഡ് പാർട്ടി.
നിങ്ങൾ തേർഡ് പാർട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ തേർഡ് പാർട്ടിയുടെ മനസ്സറിയുന്നില്ല. തേർഡ് പാർട്ടി പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്. നിങ്ങളെക്കാൾ നല്ല മനസ്സ് തേർഡ് പാർട്ടിക്കാണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തന്നെ പറഞ്ഞേക്കാം. അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല തേർഡ് പാർട്ടി. പക്ഷേ തേർഡ് പാർട്ടിയുടെ ഒരു തന്ത്രമാണത്. തേർഡ് പാർട്ടി ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ആ തന്ത്രം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനായിട്ടാണ് ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകന്നാൽ മാത്രമേ തേർഡ് പാർട്ടിക്ക് അവിടെ കയറിപ്പറ്റി നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം തകർക്കാൻ സാധിക്കുകയുള്ളൂ. തേർഡ് പാർട്ടിയുടെ ആഗ്രഹം അതുതന്നെയാണ്. തേർഡ് പാർട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കളങ്കമുണ്ട്. തേർഡ് പാർട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെറ്റായ തീരുമാനങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. തേർഡ് പാർട്ടി അത് പറയുന്നത്, തേർഡ് പാർട്ടി അത് നടത്താൻ നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ ദുരുദ്ദേശം കൊണ്ട് മാത്രമാണ്. തേർഡ് പാർട്ടിയെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷേ തേർഡ് പാർട്ടി ഇപ്പോഴും താൻ എന്തിനാണ് നിങ്ങളുടെ വ്യക്തിയെ സമീപിക്കുന്നതെന്നോ ആ വ്യക്തിയുടെ അടുത്ത് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതൊന്നും പറയുന്നില്ല. തേർഡ് പാർട്ടിക്ക് അറിയാം തൻ്റെ യഥാർത്ഥ മുഖം ആ വ്യക്തിയിൽ കാണിച്ചാൽ ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടില്ല, ആ വ്യക്തി അത് ഉൾക്കൊള്ളില്ല. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അന്ന് തന്നെ അവസാനിക്കുമെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷേ അതെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി അത് ഒന്നും കാണിക്കാതെ തൻ്റെ ഉദ്ദേശവും തൻ്റെ നിലപാടും കൃത്യമായി വ്യക്തമാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റുക. തേർഡ് പാർട്ടി കാണിക്കുന്ന ഈ ഒരു തന്ത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് പറയുകയും നിങ്ങളുടെ വ്യക്തി അത് നിങ്ങളുമായിട്ടുള്ളൊരു വഴക്കിന് കാരണമാകുകയൊക്കെ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു നല്ല പരിവേഷവുമായി വരാം. നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ തേർഡ് പാർട്ടി ചിലപ്പോൾ വരാം. അതൊക്കെ തേർഡ് പാർട്ടിയുടെ ഒരു തന്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. അത്തരം തന്ത്രങ്ങളുമായിട്ട് തേർഡ് പാർട്ടി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ദുഃഖങ്ങളുണ്ടാവും, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വിഷമങ്ങളുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ഈ തേർഡ് പാർട്ടി പ്രവർത്തിക്കുന്നത്? ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? ഈ തേർഡ് പാർട്ടി ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ലല്ലോ. ഈ തേർഡ് പാർട്ടി എന്തിനാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. ഏതായാലും ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. കാരണം തേർഡ് പാർട്ടി നടത്തുന്ന ചതികളിൽ, തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന കുതന്ത്രങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും വീഴാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും വീഴാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തേർഡ് പാർട്ടി ഒരുക്കുന്ന ചതിയിൽ ഒരിക്കലും വീഴണ്ട. സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ രക്ഷ നേടാൻ കഴിയും. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങൾ ഒന്നും സംഭവിക്കില്ല. തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്ന ഇടത്ത് നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടിയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും. അതിന് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൂടുതലായിട്ട് അടുക്കുക. കാരണം തേർഡ് പാർട്ടിയുടെ ആ ഒരു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ അലോസരപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ തേർഡ് പാർട്ടി വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ
നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിക്കും. എൻ്റെ വ്യക്തി ഇപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ വ്യക്തി ഇപ്രകാരം പ്രവർത്തിക്കുന്നത് മൂലം വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, എൻ്റെ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ വ്യക്തി എന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല, എൻ്റെ വ്യക്തിയുടെ എന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത അവസ്ഥ, അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ എൻ്റെ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം. എൻ്റെ വ്യക്തി എന്നെ വെറുക്കുകയാണ്, എന്നെ വഞ്ചിക്കുകയാണ്, ഇനി എൻ്റെ വ്യക്തിയുമായിട്ട് എനിക്ക് ഒരു മുന്നോട്ട് പോകലില്ല എന്നിത്യാദി കാര്യങ്ങളെല്ലാം ഈ തേർഡ് പാർട്ടിയുടെ മനസ്സിലുണ്ടാകും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വഴക്കെടുക്കാൻ കഴിയും. അതാണ് തേർഡ് പാർട്ടിയുടെ പ്ലാൻ. തേർഡ് പാർട്ടി ശ്രമിക്കുന്നതും തേർഡ് പാർട്ടി നടത്താൻ ആഗ്രഹിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തന്ത്രത്തെ പൊളിക്കണം. ആ തന്ത്രം ഒരിക്കലും വിജയിപ്പിക്കരുത്. ആ തന്ത്രം വിജയിച്ചാൽ അത് ഒരു മോശമായ കാര്യമായിട്ട് മാറും. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ നിലപാടിനെ അത് കൃത്യമായിട്ട് ബാധിക്കും. അത് മാറ്റി മറിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കാണേണ്ടതാണ്. തേർഡ് പാർട്ടി അല്ല നിങ്ങളെ നയിക്കേണ്ടത്. തേർഡ് പാർട്ടി അല്ല നിങ്ങളെ പ്രതിസന്ധിയിൽ ആക്കേണ്ടത്. തേർഡ് പാർട്ടിക്ക് അതിനൊരു റോളും ഇല്ല. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിങ്ങളെ കുഴപ്പത്തിലാക്കാമെന്നുള്ള വിശ്വാസം തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചതാകാം. അതിനൊരിക്കലും തേർഡ് പാർട്ടി അനുവദിക്കരുത്. അതിനൊരിക്കലും തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങൾ ഒത്തുപോകരുത്. തേർഡ് പാർട്ടിയുടെ ആ കണക്കുകൂട്ടലുകൾ, തേർഡ് പാർട്ടിയുടെ ആ നിലപാടുകൾ, അതിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകണം. തേർഡ് പാർട്ടിയുടെ ആ നിലപാട് മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ ആ ശല്യം ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഈ തന്ത്രത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വഴക്കടിക്കുകയും നിങ്ങളുടെ വ്യക്തി ഇതൊന്നും അറിയുന്നില്ല, തേർഡ് പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിലൊന്നും, അതൊരിക്കലും തേർഡ് പാർട്ടിയാണെന്ന് നമുക്ക് വരുത്തി തീർക്കാനും കഴിയില്ല. നിങ്ങളിതിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വഴക്കടിക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അകലുമ്പോൾ തേർഡ് പാർട്ടി അവിടെ ഒരു നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് വരും. നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിൽക്കുകയും അങ്ങനെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരുപാട് അടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അത് തീർച്ചയായിട്ടും അതിൽ മാറ്റം ഉണ്ടാകണം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ സംഭവിക്കരുത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതിനെടുക്കണം. നിങ്ങളെ തകർക്കാനായിട്ടും തച്ചുടക്കാനായിട്ടും തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ഉപയോഗിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ നഷ്ടം തേർഡ് പാർട്ടിയുടെ ദുരുദ്ദേശങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള നല്ല ജീവിതം, നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇക്കാര്യത്തെ എടുക്കുക. ജീവിതത്തിൽ ഏതെല്ലാം തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ, ഏതെല്ലാം തലത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുമോ, ആ തലത്തിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. തേർഡ് പാർട്ടിയുടെ കുതന്ത്രങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പാടില്ല. തേർഡ് പാർട്ടിയുടെ കുതന്ത്രങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്കതൊരു വലിയ ഭീഷണിയാകും, നിങ്ങൾക്കതൊരു വലിയ പരാജയമാകും. തേർഡ് പാർട്ടിയെ അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടും ഉണ്ടാകരുത്. തേർഡ് പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ നിങ്ങളുടെ വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് അലോസരപ്പെടുത്തിക്കൊണ്ടല്ല, വിഷമിപ്പിച്ചുകൊണ്ടല്ല, കൃത്യമായ നിലപാടിൽ, കൃത്യമായ സംഭാഷണത്തിൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയണം. അങ്ങനെ മാറ്റിയെടുത്ത് ജീവിതത്തിൽ നിങ്ങൾ വിജയം ഉണ്ടാക്കുക. അങ്ങനെ മാറ്റിയെടുത്ത് ജീവിതത്തിൽ നിങ്ങൾ ഐശ്വര്യം ഉണ്ടാക്കുക, സമൃദ്ധി ഉണ്ടാക്കുക. നിങ്ങളുടെ വ്യക്തിയെ
വിശ്വസിക്കുക. കാരണം തേർഡ് പാർട്ടിക്കാണ് ആവശ്യം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഭിന്നിപ്പിക്കേണ്ടതും തകർക്കേണ്ടതും. അല്ലാതെ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയോടുള്ള ദേഷ്യം നിങ്ങളുടെ വ്യക്തിയോട് കാണിക്കുമ്പോൾ തേർഡ് പാർട്ടി വിജയിക്കുകയും നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടും. ദുഷ്ടലാക്കുള്ള തേർഡ് പാർട്ടി പരാജയപ്പെടുക തന്നെ വേണം. അത് ചെയ്യുകയും ചെയ്യും. കൃത്യമായി മുന്നോട്ട് പോകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.